ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ നിലംപരിശാക്കുന്ന ആക്രമണ തന്ത്രങ്ങൾക്ക് മോദിക്കൊപ്പം നിൽക്കുന്നത് ആരാണെന്നറിയുമ്പോൾ ഇതിലും കൂടുതൽ പാകിസ്ഥാൻ ഭയക്കും. കാരണം പാകിസ്ഥാന്റെ മുക്കും മൂലയും അറിയാവുന്ന ജെയിംസ് ബോണ്ട് റാംബോ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു അന്വേഷണ ബുദ്ധിയുള്ള ഭയം എന്തെന്നറിയാത്ത ധീരനായ ഇന്ത്യയുടെ സൂപ്പർ കോപ്പ് അജിത് ഡോവലാണ്. 86-ാം വയസ്സിലും യുവത്വം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ ജെയിംസ് ബോണ്ട്. 1945 ഉത്തരാഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ ഭാഗമായ പൗരിഗഡ്ഗോണിലെ ഗിരി ബാനൽ സൂണിലാണ് ജനനം. അച്ഛൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ ബിരുദാനന്തര ബിരുദം. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായി. ഡോവലിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞത് അന്നത്തെ ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ ആയിരുന്നു. 1971 തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ നിയോഗിച്ചതും ഡോവലിനെ ആയിരുന്നു. അന്ന് ഡോവൽ നടത്തിയ പലതും കലാപം നിയന്ത്രിക്കുന്നതിന് കാരണമായി. പിന്നീട് റോയുടെയും IBയുടെയും ദൗത്യങ്ങൾക്കായി അദ്ദേഹം കേന്ദ്ര കേഡറ്റിലേക്ക് പോയി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായിരുന്നു. നീണ്ട 33 വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിനൊപ്പം പ്രവർത്തിച്ചു. 6 വർഷം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായും പ്രവർത്തിച്ചു. 2005 അജിത്ത് ജോലിയിൽ നിന്ന് വിരമിക്കുകയും തുടർന്ന് ആത്മീയതയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ 2004 മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഡോവൽ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. തുടർന്ന് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കുകയായിരുന്നു. പഞ്ചാബിലെ അമൃതസറിലെ സുവർണക്ഷേത്രം കൈയടക്കിയപ്പോഴാണ് അജിത് ഡോവലിൻ്റെ സാഹസികത നമ്മൾ മനസ്സിലാക്കിയത്. ഭീകരവാദികളുടെ ഇടയിൽ ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കടന്നു ചെന്ന് അവരിലൊരാൾ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലെ ഭീകരവാദികളുടെ രഹസ്യങ്ങൾ ചോർത്തി സേനയ്ക്ക് നൽകി വിജയിപ്പിച്ച അജിത്തിന് രാജ്യം കീർത്തിചക്രം നൽകി ആദരിക്കുകയുണ്ടായി. കണ്ടഹാർ വിമാനറാഞ്ചലിലും ഇറാഖിൽ നഴ്സുമാരെ IAS ബന്ദികളാക്കിയപ്പോഴും ഭീകരരുമായി സംസാരിക്കുവാൻ ഇന്ത്യ നിയോഗിച്ചതും ഡോവലിനെ ആയിരുന്നു. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ഡോവലിൻ്റെ കൂർമ്മബുദ്ധി എന്നും ഇന്ത്യൻ സൈന്യത്തിന് മുതൽക്കൂട്ടാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പിന്നിലെ ചാണക്യബുദ്ധിയും മോഡിയുടെ ബ്രഹ്മാസ്ത്രവും ഈ ഡോവൽ എന്ന അജിത് ഡോവൽ തന്നെയാണ്. യുദ്ധത്തിൻ്റെ 1-ാം ഘട്ടം തന്നെ തടുക്കാൻ പെടാപാടുപെടുകയാണ് പാകിസ്ഥാൻ. ഇനി അടുത്ത ഘട്ടം തടുക്കുവാൻ പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല.